വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു മീഷോ ഹോളാണ്. മീഷോ എന്ന് വെച്ചാൽ കുറച്ച് കുർത്തീസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. കുർത്തീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള കുർത്തീസാണ്. ഇനി ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്ക്, കോളേജ് ഗോയിങ് ആയിട്ടുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള, അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള കുർത്തീസാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റായിട്ട് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റായിട്ട് നോക്കാം. 3 കുർത്തീസും പിന്നെ ഒരു ബോട്ടം വെയറും ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി. ഞാൻ വിചാരിക്കുന്ന ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇതാണ് മെയിൻ പ്രശ്നം. നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു കുർത്തിയാണ്. ഇതൊരു സ്ലിറ്റ് ഇല്ലാത്തൊരു എയർലൈൻ കുർത്തിയാണ്. കുർത്തിയോ എത്നിക് ഡ്രസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഒരു ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ്. ഗ്രീൻ വൈറ്റ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഈ ഒരു ഗ്രീനും കറൻ്റ്ലി മൈ ഫേവറേറ്റ് കളറാണ്. ആൻഡ് ഇത് വന്നിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ബട്ടൺ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഇത് ഞാൻ സൈഡിൽ ഞാൻ ഇട്ടിട്ടുള്ളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫിറ്റ് മനസ്സിലാവും. പിന്നെ ഇതിങ്ങനെ കോളേർഡ് ടൈപ്പ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത്. സ്പ്രെഡ് കോളർ ആയിട്ടുള്ള നെക്കാണ്. താഴെ വരെ ബട്ടൺ പോകുന്നുണ്ടെങ്കിലും എല്ലാം ഷോ ബട്ടൺ ആണ്. ഒന്നുപോലും നമുക്ക് അയക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഡീപ്പായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബട്ടൺ എക്സ്ട്രാ ഫിറ്റ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ അത്ര കംഫർട്ടബിൾ അല്ല. കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർ പിന്നെ വെച്ചോ അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത രീതിയിലാണ് ആ ഒരു പാറ്റേൺ വരുന്നത്. ഇവിടെ ഒരു ബട്ടണും കൊടുക്കുന്നുണ്ട്, ഷോ ബട്ടൺ. റയോൺ മെറ്റീരിയൽ ആണ്. റയോൺ നല്ല സോഫ്റ്റ് റയോൺ ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റയോൺ ആണെന്ന് വിചാരിക്കാം. പ്രൈസ് വന്നിട്ട് 300 സംതിങ് ആണ്. വേർത്താണ് ഈ ഒരു പ്രൈസിന്. പക്ഷേ ഗായ്സ്, ഇതിനൊരു നെഗറ്റീവ് പറയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ കണ്ടോ, ഈ ഒരു കണ്ണിന് എന്തോ പറ്റിയല്ലോ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കീറിയിട്ടുണ്ട് ഗൈസ്. ഇതൊരു ഡാമേജ് പീസായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ അൺബോക്സ് ചെയ്ത സമയത്തൊന്നും കണ്ടില്ല. ഇത് വാങ്ങിച്ച് കുറേ നാൾ കഴിഞ്ഞാലാണ് ഞാൻ ഇത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് പറ്റിയിട്ടുള്ളതാണ് വിചാരിച്ചു. പക്ഷേങ്കിൽ അല്ല. ഞാൻ പിന്നെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിലൊക്കെ ഇത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് റിട്ടേൺ അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഇത് കണ്ടപ്പോഴേക്കും റിട്ടേൺ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുമല്ലോ, അത്യാവശ്യം സിമ്പിളായിട്ട് എന്താ ലൈക്ക് ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇടാമല്ലോ. അപ്പോൾ ഇങ്ങനൊരു ഡാമേജ് ആയിട്ടുള്ള പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. റയോൺ, ഏത് ടൈപ്പ് റയോൺ ആണെങ്കിലും ഈ കൊളുത്തി വലിഞ്ഞാലൊക്കെ പെട്ടെന്ന് കീറി പോകുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ റയോൺ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് ഈ ഒരു സ്ലീവിൻ്റെ ഇവിടെ അല്ലേ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. ഈ സൈഡ് ഞാൻ കാണിച്ചല്ലോ, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു തവണ ഇട്ടപ്പോഴേക്കും അത് പോയി. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ലൊരു ടോപ്പാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനും ഇതിൻ്റെ ലുക്കൊക്കെ. പിന്നെ ഞാൻ ഇത് മീഡിയം ആണ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ലൂസ് ഉണ്ട്. 38 ആണ് സൈസ് വരുന്നത്. പക്ഷേ ഇത് ലൂസിലിട്ടാലും വലിയ ബോറൊന്നുമില്ല, നല്ല ഭംഗിയാണ്, എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബോട്ടം വെയർ ആണ്. ബോട്ടം വെയർ എന്ന് പറയുമ്പോൾ റയോൺ മെറ്റീരിയൽ. ഈ ഒരു പാൻറ്റ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 196 റുപ്പീസേ ഉള്ളൂ. ആ പ്രൈസിന് വേർത്തായിരുന്നു. പക്ഷേ ഇപ്പം ഇതിന് 450 സംതിങ് ആണ്. ആ ഒരു പ്രൈസിന് വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. തന്നെ ഉള്ളതാണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. ബാക്കിൽ എലാസ്റ്റിക് ആണ്, ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ല. 2 പോക്കറ്റ് പോകുന്നുണ്ട്. ക്വാളിറ്റി വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ്. നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയും എല്ലാം സ്റ്റിച്ചിങ് ഒക്കെ പ്രോപ്പറാണ്. സൈസ് വന്നിട്ട് ഞാൻ 30 ആണ് സൈസ് എടുത്തത്. എനിക്ക് ആക്ച്വൽ സൈസ് 28 ആണ്. അപ്പോൾ 28 എടുത്തിട്ട് എനിക്ക് ഇതിൻ്റെ ബോഡി ലൈക്ക് കാലിൻ്റെ ആ ഭാഗത്ത് ടൈറ്റായി പോകുമോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ 30 എടുത്തതാണ്. ഇവിടെ ടെക്ക് ഇട്ടിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ 30 എടുത്തത്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയാണ്. കുറച്ച് സീത്രൂ ആണ് കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് തന്നെ, വൈറ്റും ആണ് റയോണും ആണ്, അതുകൊണ്ട് കുറച്ചൊന്ന് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷെ നമ്മൾ ലോങ് ടോപ്പിനല്ലേ ഇതിടുക, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനും 200-250 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് എനിക്കിപ്പോൾ ഒന്നിൻ്റെതും അറിയില്ല. ഞാൻ ജസ്റ്റ് ഗസ് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഏതെങ്കിലും പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇവിടെ ഒരു ഉറുമ്പ് കടിച്ചു ഗൈസ്.
ഇനി തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കുർത്തിയാണ്, ഒരു സ്ട്രൈറ്റ് കട്ട് കുർത്തിയാണ് തേർഡ് പ്രൊഡക്റ്റ്. ഈ ഒരു ഗ്രീൻ കളർ കുർത്തിയാണ്. ഇത് നോക്കാന്നുണ്ടെങ്കിൽ നെക്ക് വന്നിട്ട് ഈ ഒരു ടൈപ്പ് നെക്കാണ്. ആൻഡ് നെക്കിൻ്റെ താഴേക്ക് ഫുൾ എംബ്രോയ്ഡറി ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഗോട്ടാപ്പട്ടി, സിൽവർ ഗോട്ടാപ്പട്ടി ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു മിറർ വർക്ക് പോലെ ഉണ്ട്. സ്വീക്വൻസ് മിറർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ചുറ്റും എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നെക്കാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവ് 3/4 സ്ലീവാണ്. ഇവിടെയും ഗോട്ടാപ്പട്ടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ത്രൂ ഔട്ട് ഒരു സിൽവർ ലൈന് പോകുന്നുണ്ട്. ലൈറ്റ് അടിച്ചിട്ട് കാണുന്നില്ലേ, ഒരു സിൽവർ ലൈന് പോകുന്നുണ്ട് താഴെ വരെ. പിന്നെ സ്ലിറ്റ് ഉണ്ട് രണ്ട് സൈഡിലും. നോർമൽ കുർത്തീസ് പോലെ സ്ലിറ്റ് ഉണ്ട്. മെറ്റീരിയൽ വന്നിട്ട് ഖാദി കോട്ടൺ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു ഖാദി മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഖാദി അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള പരിചയമല്ല, കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. കുറച്ചൊന്ന് ചൂടെടുക്കും ഇതിട്ടാൽ. അപ്പോൾ കംഫർട്ടായിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള, എന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നിട്ട് നല്ല സ്റ്റിച്ചിങ് ആണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. എവിടെ കുത്തി കൂടിട്ടോ അങ്ങനെയൊന്നുമില്ല. മീഷോന്ന് ചില പ്രോഡക്റ്റൊക്കെ നമ്മൾ റേറ്റ് കുറഞ്ഞത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അത്ര പ്രോപ്പർ ആവാറില്ല. ഇത് നോക്കുമ്പോൾ നല്ല പ്രോപ്പർ സ്റ്റിച്ചിങ് ഒക്കെ ആണ്. അപ്പം നിങ്ങൾക്ക് എവറിഡേ യൂസിന് വേണ്ടിയിട്ട് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തിയാണ്. എന്തായാലും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. വേണ്ടവർക്ക് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കുർത്തിയാണിത്. ഓക്കെ, ഉറുമ്പുകടി ഏറ്റു ഗൈസ്, ഉറുമ്പുകടി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ചിക്കൻകാരി കുർത്തിയാണ്. ചിക്കൻകാരി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ, ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് ചിക്കൻകാരി റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ചിക്കൻകാരിയാണ്. എനിക്ക് ശരിക്കും ഷിഫോണിൽ വരുന്നതാണ് ഇഷ്ടം. പക്ഷേ അത് നല്ല എക്സ്പെൻസീവ് ആണ് ഗൈസ്. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. സെയിം ഒരു ലുക്ക് കിട്ടും. നമുക്ക് വൈഡ് ലെഗ് ജീൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇത് നല്ല ഭംഗിയായിരിക്കും. ലൈക്ക് എന്താ പറയുക, ഇന്തോ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ് ചിക്കൻകാരി കുർത്തീസ്. വൈറ്റിലും ബ്ലാക്കിലൊക്കെ വരുന്നത്. ഇത് വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയൽ. ഒരു മിൽക്കി വൈറ്റ് കളറാണ്, പ്യൂർ വൈറ്റ് അല്ല. അതിന് തന്നെ ഇങ്ങനെ സീ ത്രൂ ആണ്. സോ ഒരു സ്ലിപ്പ് അടിയിലിടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഈ ഒരു രീതിക്കുള്ള നെക്കാണ്. താഴെ എംബ്രോയ്ഡറി പോകുന്നുണ്ട്. ഫ്ലോറൽ ആയിട്ടുള്ള എംബ്രോയ്ഡറിയാണ്. ഈ എംബ്രോയ്ഡറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറിയാണ്. താഴേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് എംബ്രോയ്ഡറി പോകുന്നുണ്ട്. അത്യാവശ്യം വീതിയുള്ള കുർത്തിയാണ്. സ്ലിറ്റ് ഉണ്ട് സൈഡിൽ. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇത്രയും ലെങ്ത് ഉണ്ട്. ആക്ച്വലി 3/4 സ്ലീവാണ്. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് മീഡിയം ആണ്. മീഡിയം 36 ആണ് സൈസ് വരുന്നത്. അപ്പോൾ എനിക്ക് ലൂസാണ്. ഇതെനിക്ക് ഓൾട്ടർ ചെയ്യണം. പിന്നെ ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, ഇത് ഞാൻ കുറച്ച് ഓൾട്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മീഡിയം ആണ് വാങ്ങിച്ചത്. ഇത് സ്മോൾ അവൈലബിൾ അല്ലായിരുന്നു. ഇതിൻ്റെ സൈസ് 38 ആണ്. അപ്പോൾ ഇത് ഞാൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഇത്രയെങ്ങാനും വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തായാലും സ്ലീവൊക്കെ അയച്ചിട്ട് ഓൾട്ടർ ചെയ്യണം കേട്ടോ. ബോഡി ഓൾട്ടർ ചെയ്യാണ്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി. കാരണം ഇത് ലൂസിലിടുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യണം. സ്ലീവ് നല്ലോണം ലെങ്ത്ത് കുറക്കാണ്ട് കേട്ടോ. ഇത് ആക്ച്വലി 3/4 സ്ലീവാണ്. സോ യാ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ആൻഡ് ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതെ തന്നെ. പിന്നെ മറ്റൊരു വീഡിയോ വരുന്നതൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.